വിവിധ ക്ഷേമനിധി ബോർഡുകൾ വരുത്തിയ കുടിശ്ശിക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കാലോചിതമായി സഹായങ്ങളും പെൻഷനും പരിഷ്കരിക്കണമെന്ന് എം വിൻസെന്റ് MLA ആവശ്യപ്പെട്ടു. കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയിൽ 17 മാസം പെൻഷൻ കുടിശ്ശികയായിട്ടുണ്ട്. കശുവണ്ടി തൊഴിലാളികൾക്കുള്ള കുടിശ്ശിക കൊടുത്തിട്ട് വേണം കൊല്ലത്ത് സമ്മേളനം നടത്തേണ്ടിയിരുന്നതെന്നും വിൻസെന്റ് പറഞ്ഞു. 3 ഗഡുകൾ കൂടി പെൻഷൻ കൊടുക്കാനുണ്ടെന്നും അത് ഈ സാമ്പത്തിക വർഷം കൊടുക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി പറഞ്ഞു. RB സനൂപ് വിവരങ്ങളുമായി തിരുവനന്തപുരത്തും. സനൂപ്, എന്താണ് ഈ വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് ഉണ്ടായ വാദപ്രതിവാദം? നിഷാദ്, ഇപ്പോൾ ധനമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരിക്കുകയാണ്. വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ മാസങ്ങളായിട്ട് പെൻഷനും ആനുകൂല്യങ്ങളും കുടിശ്ശിക എന്ന വിഷയമാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസായിട്ട് നൽകിയത്. എം വിൻസെന്റ് MLA ആണ് നോട്ടീസ് നൽകിയത്. അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന് ഏൽക്കേണ്ടി വന്നത്. ഈ കൊല്ലത്ത് ഇപ്പോൾ സമ്മേളനം നടത്തുന്നത്, ആ സമയത്ത് പോലും കശുവണ്ടി തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും നൽകാതെയാണ് സർക്കാർ അവിടെ പരിപാടി നടത്തി എന്നുള്ള ഒരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. പരിപ്പുവട മാറ്റി കശുവണ്ടി കുറയ്ക്കുന്ന സമയത്ത് ഈ പറയുന്ന കശുവണ്ടി തൊഴിലാളികളെ ഒന്ന് ഓർക്കണമായിരുന്നു. 17 മാസമായിട്ട് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷനും മറ്റുമൊക്കെ നൽകിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷം പോലും ഈ പെൻഷനായിട്ടുള്ള അംഗൻവാടി ജീവനക്കാർക്ക് 10 മാസത്തെ പെൻഷനാണ് നൽകേണ്ടത്. അങ്ങനെ തുടങ്ങി ഓരോ കണക്കുകളും ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വെറും 3 മാസത്തെ കുടിശ്ശിക മാത്രമാണ് നിലവിൽ ഉള്ളത് എന്നുള്ള ഒരു മറുപടിയാണ് ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ സർക്കാരിന്റെ കീഴിലുള്ള, അതായത് തൊഴിൽ വകുപ്പിന് കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകളും തൊഴിൽ വകുപ്പിന്റെ പുറത്ത് 15 ക്ഷേമനിധി ബോർഡുകളാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഒന്നും തന്നെ ഈ വീട് തൊഴിലാളികൾ ഉൾപ്പെടെ ഈ തൊഴിലാളി പാർട്ടി എന്ന് പറയപ്പെടുന്ന ഈ സർക്കാരിന്റെ കാര്യത്തിൽ പോലും ഈ സർക്കാർ നടത്തുന്നത് തൊഴിലാളി വഞ്ചന എന്നുള്ള കാര്യമാണ് ഈ പ്രതിപക്ഷം എടുത്ത് ഉന്നയിച്ചിട്ടുള്ള കാര്യം. ഈ വിവിധ ക്ഷേമനിധി ബോർഡുകൾ ഇപ്പോൾ ഒരുപാട് കുടിശ്ശികയും മറ്റുമൊക്കെ വരുത്തിയിട്ടുണ്ട്. 2500 കോടി രൂപയുടെ പെൻഷൻ ആണ് വിതരണം ചെയ്യേണ്ടത്. പെൻഷനും ആനുകൂല്യങ്ങളും, പ്രസവ ആനുകൂല്യങ്ങൾ, അതുപോലെ വിവാഹ ആനുകൂല്യം, അതെല്ലാം തന്നെ മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ അവരടച്ച അംശാദായം പോലും തിരിച്ചു കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നത്. അപ്പോൾ ആ സമയത്ത് ഈ UDFന്റെ കാലത്ത് ഈ ക്ഷേമനിധിക്ക് വേണ്ടി 9,011 കോടി രൂപയാണ് UDF സർക്കാർ ചെലവാക്കിയെങ്കിൽ ഇപ്പോൾ ഈ 1-2 പിണറായി സർക്കാർ ഏകദേശം 50,000 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ള ഒരു കണക്ക് ധനമന്ത്രി മുന്നോട്ട് വെച്ചു. പക്ഷേ ഇതെല്ലാം തന്നെ പ്രതിപക്ഷം തള്ളിക്കളയുന്നുണ്ട്. വിവിധ ക്ഷേമനിധി ബോർഡുകളുള്ള പെൻഷന്റെ മറ്റൊക്കെ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ ഈ ഭരണപക്ഷത്തിന്റെ ധനകാര്യമന്ത്രിയുടെ മറുപടിയെ തള്ളിക്കളഞ്ഞത്. എന്തായാലും മറുപടി തൃപ്തികരം അല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിട്ടുള്ളത്.